CPIM ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ ആരോപണങ്ങളെക്കുറിച്ച് ഗോവിന്ദൻ മാസ്റ്റർ ആധികാരികമായി തന്നെ പറഞ്ഞിരുന്നു. അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ. പിന്നെ ആദ്യം ഉന്നയിച്ച പോലീസ് ഓഫീസർമാരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് ഉന്നത സമിതിയെ നിയോഗിച്ചു. DGP അടക്കം അത് അന്വേഷിക്കുന്നുമുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലെ ചട്ടുകായി മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താവുമെന്നാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്. അതൊരു പാഴ്വേലയാണ്. സൂര്യപ്രകാശത്തെ പഴമുറം കൊണ്ട് മറയ്ക്കാൻ പറ്റൂ. ഇപ്പോൾ പിണറായി വിജയനെ അത്തരത്തിൽ ഒറ്റ തിരിച്ച് അദ്ദേഹം ആക്രമിക്കാനാണ് ഇന്നലെ മുതിർന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊക്കെ തന്നെ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരു MLA സ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് നേടി അദ്ദേഹം അത് ദുരുപയോഗം ചെയ്താണ് ആ പദപ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അത് അങ്ങേയറ്റം അപലനീയമാണ്. അങ്ങേയറ്റം ഒരു മര്യാദരഹിതമായ സമീപനമായി പോയി. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ആ പ്രശ്നത്തെ CPIM കാണുന്നു. ശക്തമായ നിലയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചോളം CPIM പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിലൊന്നും ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പിണറായി വിജയനോ കരുതേച്ച് കാണിക്കാവുന്ന വ്യാമോഹിക്കേണ്ട, ദുർബലപ്പെടുത്താനും കഴിയില്ല. മുന്നണിയും അതിൽ മുഖ്യമന്ത്രിയും നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് എല്ലാ കാര്യങ്ങളിലും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ ഒരൻവർക്കും കഴിയില്ല. ഇതിനേക്കാൾ വലിയ ആളുകൾ കേരളത്തിൽ ഇതിനു മുമ്പ് വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും പതറുന്ന ആളുകളല്ല കേരളത്തിൻ്റെ ഭരണാധികാരികൾ, അല്ലെ മുഖ്യമന്ത്രി എന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ ഉദിച്ചു വരുന്ന ചന്ദ്രബിംബത്തെ ചിലപ്പോൾ സായാഹ്നങ്ങളിൽ നടവരമ്പത്തിരിക്കുന്ന ക്ഷുദ്രജീവികൾ ചിലച്ചാണ് അതിനെ വലിയ രൂപത്തിൽ പ്രതികരിക്കുന്നത്. അതുപോലുള്ള ചിലപ്പോൾ മാത്രമായിട്ട് അതിനെ കാണുന്നു. മന്ത്രിമാർ കഴിഞ്ഞാൽ പിന്നെ ഒരു 10% MLA-മാർക്ക് മാത്രമേ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്സസ് ഉള്ളൂ. ബാക്കിയെല്ലാം P. ശശി ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് ആരോപണം. അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അതൊരിക്കലും ശരിയല്ല. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നതിന് എല്ലാ MLA-മാർക്കും ഏതവസരത്തിലും അദ്ദേഹം പരിഗണന കൊടുക്കാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ റൂമിലായിരുന്നാലും അസംബ്ലി കൂടുമ്പോഴായിരുന്നാലും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നാലും ഏത് സമയത്തും ഏത് മുഖ്യമന്ത്രിക്കും ഏത് മന്ത്രിക്കും ഏത് MLA-ക്കും ചേർന്ന് ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതും കൂടാതെ തന്നെ പൊതുജനങ്ങൾക്ക് ഇത്രയേറെ പൊതുജനങ്ങളെ കാണുന്നൊരു മുഖ്യമന്ത്രി ഇപ്പോൾ നിങ്ങൾ കണ്ടു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും അതിനുശേഷം ഈ ചെക്ക് ഏറ്റുവാങ്ങുന്ന രംഗത്ത് ചില ദിവസം രാവിലെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മണി വരെ നിന്ന് അദ്ദേഹം ചെക്ക് വാങ്ങിക്കുന്നുണ്ട്. ഇതെല്ലാം തരത്തിലുള്ള ജനങ്ങളാണ് അദ്ദേഹത്തെ കാണാൻ വരുന്നത്. ഒരാൾക്കും അവിടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയോ കാണാനുള്ള അവസരം നിഷേധിക്കുകയോ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാവർക്കും കാണാനുള്ള അവസരം കൊടുക്കുകയും അത് സംസാരിക്കാനുള്ള അവസരവും കേൾക്കാനുള്ള ആർജവം കാണിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ഒക്കെ ചെയ്താണ്. അതുകൊണ്ട് ആ പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ തികച്ചും അടിസ്ഥാനരഹിതവും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത്, മുഖ്യമന്ത്രിക്ക് പലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഈ P. ശശി, റിയാസ് അല്ലെങ്കിൽ വീണ ഈ ഒരു അച്ചുതണ്ടാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് അൻവർ ഇന്നലെ പറഞ്ഞതിൽ ഗുരുതരമായ ഒരു കാര്യം. അതായത് സർക്കാരിൻ്റെ ഭാഗമായി നിന്ന ഒരു MLA അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു MLA ആണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം മാറിക്കൊണ്ട് പറയുകയാണെന്നുള്ളൊരു പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ. അൻവറിന് മുമ്പ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചൊരു വാചകമുണ്ട്. അൻവറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കോൺഗ്രസിൻ്റെതാണ്. അദ്ദേഹം മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സിൽ നിന്ന് ചെയ്യാത്ത പ്രവർത്തികളൊന്നുമില്ല. അവിടെ ഒരു തരത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം അവിടുന്ന് മറുകണ്ഠം ചാടി ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം സ്വതന്ത്രനായി വന്നു. നമ്മുടെ പാർട്ടി മെമ്പർഷിപ്പോ മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ച് ജയിച്ചത്. പാർലമെൻ്ററി പാർട്ടിയിൽ വന്നു. ഇവിടെ നിന്നിരുന്ന കാര്യങ്ങളെല്ലാം മാന്യമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഒക്കെ അദ്ദേഹത്തോട് സമീപിച്ചിട്ടുള്ളത്. അദ്ദേഹം ആഗ്രഹിച്ച രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ അതിനെതിരെ അദ്ദേഹം അപവാദം പറയാനും അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിക്കാനും മുന്നോട്ട് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്തൊരു തകരയല്ല. മുഹമ്മദ് റിയാസ് SFIയുടെ അഖിലേന്ത്യാ നേതാവായിരുന്നു. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റായി. അദ്ദേഹം ഇപ്പോൾ സണ്ണിലുവായിപ്പോയി അല്ലെ മരുമകനായിപ്പോയി എന്നുള്ളത് ഒരു കുറ്റമാണോ? അത് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പാടില്ലേ? അപ്പം അങ്ങനെ ഒന്ന് വന്നുപോയി എന്നുകൊണ്ട് കൂട്ടിച്ചേർത്ത് പോകുന്ന എവിടെയെങ്കിലും അദ്ദേഹം ഒരു ഗൂഢാലോചന നടത്താനോ അല്ലെങ്കിൽ പ്രത്യേക ക്ലിക്കായി രൂപാന്തരപ്പെടാനോ ഭരണരംഗത്ത് അമിതമായി ഇടപെടാനോ പോയതിൻ്റെ ഒരു അനുഭവം ഞങ്ങളുടെ ആരുടെയും മുമ്പിൽ ഇതുവരെ പാർട്ടിയുടെ മുമ്പിൽ കണ്ടിട്ടില്ല, മുന്നണിയുടെ മുമ്പിൽ കണ്ടിട്ടില്ല, ഭരണരംഗത്ത് കണ്ടിട്ടില്ല.
അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് അൻവർ ആ കാര്യത്തിൽ അൻവറിനെക്കുറിച്ചും ശശിയെക്കുറിച്ചും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണം. റിയാസിനെ കുറിച്ച് ഈ പി ശശിക്കെതിരെ ലൈംഗികാരോപണ പരാതി ഉൾപ്പെടെ എഴുതി നൽകിയതായി പറയുന്നു. പക്ഷെ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തത്. അതാണ് അൻവറിന് ഇത്രയ്ക്ക് പി ശശിക്കെതിരെ ഇല്ല. അൻവർ പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രധാനമായും ADGPക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം ശശിയെ സമീപിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പത്രപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിച്ചു പോയി. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് തന്നെ സൂചിപ്പിച്ചു. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചു. നിയമപരമായി ആ വിഷയത്തിൽ പരിശോധിച്ചപ്പോൾ നടപടിയെടുക്കാൻ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അറസ്റ്റ് ചെയ്യണം എന്നൊരാൾ വെളിയിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ അതനുസരിച്ച് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുമോ? നിയമപ്രകാരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മാധ്യമപ്രവർത്തകനെ അല്ലാതെ ഏത് മാധ്യമപ്രവർത്തനം അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാതിരുന്ന തുടർന്ന് അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ ആ ADGP കൊള്ളരാത്തവനുമായി, അതേപോലെ തന്നെ ശശി കൊള്ളരാത്തവനായി, മുഖ്യമന്ത്രിയും കൊള്ളരാത്തവനായി മാറി എന്നൊരു ബദലിക്ക് വരുന്നത് ശരിയല്ല. അതേസമയത്ത് അയാൾ ഉന്നയിച്ച ആക്ഷേപത്തിൽ ADGPക്കെതിരായി ഉന്നയിച്ച ആക്ഷേപത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോയെന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി DGPയെ തന്നെ ചുമതലപ്പെടുത്തി പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊരു കാര്യം എന്താ വന്നിരിക്കുന്നത്? ബാക്കി ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം ഈ മുമ്പ് ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ? പുതിയതായി ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ?